എവിടെ കണ്ടാലും എല്ലാവരും ചോദിക്കും, നീ അലൻ ജോസിന്റെ പെണ്ണല്ലേ? ശാരീരികമായി അടുത്തിരുന്നു ഞങ്ങൾ രണ്ടാളും. രാത്രികളിൽ പല സ്ഥലങ്ങളിലും പോയി നിന്നും പല രീതിയിൽ എന്നെ ായിട്ട് ചെയ്തു കൊണ്ട് നടന്ന ആള്. ഇവൻ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇവൻ പാവമാണ്, മൊണ്ണയാന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇവൻ അങ്ങനെ ചെയ്യാനുള്ള ഇതില്ല. അതോ ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരും ഇവൻ്റെ കൂടെ നിൽക്കത്തില്ല, ഒരു സംശയം വേണ്ട. പെരേരെ, നിനക്കെതിരെ ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. അത് ആരെ പറഞ്ഞത് നിങ്ങൾക്ക്? ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അവൾ തെറ്റായ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. നമ്മൾ ശാരീരം പോയിട്ട് റീൽസിന് വേണ്ടി അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് ഉപയോഗിക്കുന്നത്. അത് ശരിക്കും റിയലായിട്ട് ചെയ്യുന്നതാണല്ലോ. അത് സോഷ്യൽ മീഡിയ നിങ്ങൾ കണ്ടതാണല്ലോ. അതൊക്കെ വെച്ച് നമ്മളെ ട്രാജക്റ്റ് ചെയ്ത് നമ്മളെ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ഇട്ടത്. അലിയേട്ടൻ്റെ ഇപ്പം നാൻസിയുടെ 2ാം ഭാഗത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇവളെ നായികയാക്കിയില്ലെങ്കിൽ ഞാൻ നിനക്കെതിരെ വഞ്ചനാക്കുറ്റത്തിനും പീഡന കേസിനും കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു, ഭീഷണിപ്പെടുത്തി. അപ്പം പലരും പറയുന്നുണ്ട് 1 കോടി രൂപ വരെ അവൾ കോമ്പൻസേഷൻ ചോദിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇഷ്ടമാണെന്നിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു, ശരിയാണോ? അത് ഷോർട്ട് ഫിലിമിൻ്റെ ആ ഒരു സമയത്ത് ചോദിച്ചപ്പോൾ ആ ഒരു കഥാപാത്രം നിൽക്കുമ്പോഴേ ആ ഒരു ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ഡബിങ്ങിൻ്റെ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് നാച്ചുറലായിട്ട് ഞാൻ പല നായികമാരോടെല്ലാം ലൈവിൽ പറഞ്ഞല്ലോ, ചില കൃഷ്ണൻ എന്നൊക്കെ പറയുമല്ലോ. അപ്പം അതേപോലെ എനിക്ക് മാത്രമേ എനിക്ക് അതിനെ ഫീൽ ചെയ്യുള്ളൂ. കാര്യം തലക്ക് ഓളോളവർക്ക് മനസ്സിലാകും എനിക്ക് ആ റിയയോട് പ്രണയമില്ലെന്ന്, അല്ലെങ്കിൽ തന്നെ ഏജ് ഡിഫറൻസ് ഉണ്ട്. 10-20 വയസ്സ് ഏജ് ഡിഫറൻസ് ഉള്ള പെണ്ണിനെ ഒരിക്കലും ഒരു കുടുംബത്തിൽ പറഞ്ഞൊരു ചെറുക്കൻ കെട്ടില്ല. ഓക്കെ. അപ്പോൾ ഷോർട്ട് ഫിലിമിലെ നായിക പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിരസിക്കാൻ എന്നോട് പല അഭ്യർത്ഥനകൾ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 10 ലക്ഷം രൂപ തരാം, കാറ് മേടിക്കാനായിട്ട് തരാം, നിനക്ക് കാറല്ലേ വേണ്ടതെന്ന് പല ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞു. കാറ് ഒരു ആഗ്രഹം പല ഇൻ്റർവ്യൂവിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ പെണ്ണിനെ മാത്രമേ കെട്ടുന്നു, അല്ലാണ്ട് ഇങ്ങനെ ഡാൻസ് കളിച്ച് നടക്കുന്ന പെണ്ണിനെ ഇപ്പം തന്നെ ഭാര്യയാക്കാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടല്ല ഡാൻസ് കളിപ്പിച്ചത്. ഒരു ഫെയിം വാങ്ങിക്കൊടുത്തു. പല സിനിമ ഓഫേഴ്സും ഞാൻ കൊടുത്തിരുന്നു, അതൊക്കെ ഇനി കൊടുക്കത്തില്ല. ഇത്രയും എന്നെ കരിവാരി തെരച്ചുകൊണ്ട് ഇനി ഒരിക്കലും മലയാള സിനിമയിൽ എനിക്ക് പരിചയമുള്ള. നീ പറഞ്ഞതിനൊക്കെ എന്താ തെളിവ്? പറഞ്ഞെന്ന് പറഞ്ഞു നീ ഇപ്പം പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എന്താ തെളിവ്? തെളിവെന്ന് പറഞ്ഞാൽ അവൾ എന്നെ ഒരു ഭീഷണിപ്പെടുത്തിയ ഒരു സ്വരം ബ്രൈറ്റിൻ്റെ ഇരിപ്പുണ്ട്, സൗണ്ട്. പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ടാപ്പ് ചെയ്യാൻ പറ്റിയില്ല. അവൾ വാനിഷ് കളഞ്ഞിട്ടില്ല മൊബൈൽ. അപ്പോൾ ഇവരുടെ ഷോർട്ട് ഫിലിമിൻ്റെ ടീം നിലയിലൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോടും കൂടി കാര്യങ്ങൾ ചോദിക്കാം. എന്തായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നതുകൊണ്ട് ആണ് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്നത്. പിന്നെ പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധിക്കും. എനിക്കറിയാം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ വളരെയധികം ഇറിറ്റേറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നും ഒരുപാട് കമൻറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഭയങ്കരമായിട്ട് തെറിവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രേക്ഷകരോട് പ്രത്യേക ഒരു കാര്യം പറയുന്നു, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഇൻ്റർവ്യൂ ആയിട്ടാണ് നമ്മൾ തുടക്കം പെരേരയുടെ 1 മിനിറ്റ് പെരേര എൻ്റർടൈൻമെൻറ്റ് ഇൻ്റർവ്യൂ സെക്ഷനിലാണ് നമ്മൾ പെരേരയുടെ ഇൻ്റർവ്യൂസും അങ്ങനത്തെ ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇൻ്റർവ്യൂ ആണെങ്കിലും റിയയും പെരേരയും തമ്മിലുള്ള ആ എൻ്റർടൈൻമെൻറ്റ് ഇൻ്റർവ്യൂ നമ്മൾ വളരെ ഫണ്ണി ആയിട്ടാണ് നമ്മൾ നമ്മുടെ ചാനലിൽ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഇടപെടുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ഞാൻ തുടക്കം തന്നെ സോറി ചോദിച്ചിട്ടാണ് ഇൻ്റർവ്യൂ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ നമുക്കിതിൽ ഇടപെടേണ്ടതായിട്ട് വന്നു, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇടപെടുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഷോർട്ട് ഫിലിമിലെ നായിക പെരേരയ്ക്കെതിരെയും പെരേരയുടെ ടീമിനെതിരെയും കുറച്ച് ആരോപണം ഉന്നയിച്ചിരുന്നു. നമ്മൾ റിയേനെ നമ്മൾ വിളിച്ചിരുന്നു, പക്ഷേ നമുക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല. കാരണം റിയയുടെ ഭാഗം എന്താണെന്ന് നമുക്കൊന്ന് അറിയണമായിരുന്നു. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഒപ്പം വന്നിരിക്കുന്നത് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ടീമാണ്. അപ്പോൾ അവരോട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. കാരണം പെരേര പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആവില്ല എന്ന് പ്രേക്ഷകർ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ചില കാര്യങ്ങൾ അവിടെ എവിടെയും കട്ടായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലിയർ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ ഡയറക്ടർ ഉണ്ട്, പിന്നെ ഇതിൻ്റെ ആക്ടേഴ്സ് ഉണ്ട്, കുറച്ച് ആളുകളുണ്ട്, അവരോട് നേരിട്ട് ചോദിക്കാം. ബാ, അവിടെ ഇരുന്നോ. ബ്രൈറ്റ് അല്ലേ? ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടറാണ്. എന്താണ് ശരിക്കും സംഭവം എന്ന് പറഞ്ഞാൽ, ഇവൾ ആദ്യം കമൻ്റ് ഇട്ടത് ഞാൻ പെരേരയ്ക്ക് ഒരു പുതിയ നായിക കൊണ്ടുവന്ന് കൂട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻ്റായിട്ട് എന്നെ കറിവേപ്പില പോലെ ഒഴിവാക്കിയെന്ന്. അതിനുശേഷം ഇവർ ഞായറാഴ്ച ഒരു റീൽസ് ചെയ്തു. ആ റീൽസ് ചെയ്തതിൻ്റെ അന്ന് രാത്രിയിൽ രാത്രി എന്നെ വിളിച്ചു. അന്ന് ഞാൻ ഉറക്കമായിരുന്നു. അതിനുശേഷം രാവിലെ നോക്കിയപ്പോൾ മെസ്സേജ് എല്ലാം കണ്ട. മെസ്സേജിൻ്റെ അകത്ത് ഇവൾ പറയുന്നുണ്ട്, നീ അറിഞ്ഞിട്ടാണോ ചെയ്തത്? ആ കണ്ട ആൾക്കാരെല്ലാം വിളിച്ചിട്ട് അവൻ റീൽസ് ചെയ്യുന്ന എന്തിനാ, അവനത്ര ബോധമില്ലേ, ഭയങ്കരമായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നീയല്ലേ ഇതിൻ്റെ പിന്നിൽ. ഞാൻ പറഞ്ഞു ഞാനല്ല, എനിക്കറിയില്ല. അവരെവിടെ പോയപ്പോഴത്തേക്കിനും ആട്ടായും പെരേരയും കൂടെ ഒരു റീൽസ് ചെയ്ത് അവരുടെ സന്തോഷത്തിനൊരു ചേച്ചിയും വന്ന് ചെയ്തതാന്ന് പറഞ്ഞു. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത് ഇച്ചിരി സംഭവം ഫേസ്ബുക്കിലൂടെ ഇച്ചിരി ഇതായി. കാരണം കുറച്ച് വൈറലായി ആ ഒരു സംഭവം.
അപ്പോൾ ഇവള് മെസ്സേജ് അയച്ചു. അന്ന് ഞാൻ ലാസ്റ്റത്തെ വോയിസ് ഞാനിങ്ങനെ കേട്ടത്, നിൻ്റെ പേരെഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. എന്താ കാരണം? കാരണം മറ്റ് പെൺകുട്ടികളായിട്ട് റീൽസ് ചെയ്തത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇവൻ റീൽ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം എന്നോട് വൈരാഗ്യം തോന്നാൻ കാരണം ഞാൻ ഈ റിലീസിൻ്റെ അന്ന് തന്നെ ഞങ്ങൾ ഉടക്കുണ്ടായി. കാരണം പല ഇൻ്റർവ്യൂസിലും ഞാൻ വേണ്ട, ബ്രൈറ്റിനെ ആയിട്ട് ഇനി നടക്കണ്ട എന്നൊക്കെ പെരേരയോട് പറഞ്ഞു. പെരേര ഇത് വന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, റിയ നീ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന ആളാണ്, നിന്നെ കൊണ്ടുവന്ന ഞാനാണ്, നിൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് നിന്നെ ഈ ഫീൽഡിലോട്ട് കൊണ്ടുവന്നത്. പെരേര ഡൗൺ ആയി നിന്നപ്പോഴും നിങ്ങളെ രണ്ടുപേരും വെച്ച് ഇത്രയും എനിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ നിമിഷം മതി നിങ്ങളൊക്കെ താഴെ ഇടാൻ. അതിപ്പം പെരേരയോ ഇല്ലേലും നീ ഇല്ലേലും നീ പോയാൽ 100 റിയമാർ വരുമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ആറാട്ടണ്ണനെ വെച്ച് ഞാൻ ചെയ്യുമെന്നും പറഞ്ഞു. അതൊന്നാമത്തെ ദേഷ്യമാണ് എന്നോട്. അന്ന് ഇവൾ പിണങ്ങി പോവുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് വരുമായിരുന്നു അന്ന് തന്നെ. ഞാനും പെരേര ആട്ടായും കൂടെ പോയി പിന്നെ വിളിച്ചുകൊണ്ട് വന്നു. അതിന് ശേഷം ഈ ഒരു വിഷയം വന്നപ്പോഴും ഞാൻ കയറി ഇടപെട്ടു. ഇവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട്, എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല, പക്ഷേ ഇവൻ എന്നെ കാണിച്ചു ഇങ്ങനെയാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് വോയിസ് അയച്ചു. ഞാൻ പെരേരയുടെ അമ്മയെ കൊണ്ട് കേസ് പഠിപ്പിക്കും, അത് നീ ഭീഷണിപ്പെടുത്തുന്ന ഈ പെൺകുട്ടി ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഈ പെൺകുട്ടി അന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു. ഇവൻ്റെ പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനും ആട്ടായി ആ ഗ്രൗണ്ട് എടപ്പള്ളി ഗ്രൗണ്ട് ചെയ്യുന്നതായിട്ടാണ് ഇത് കേട്ടത്. ആറാട്ടണ്ണനെ ഇവനെ വെച്ചിട്ട് വേറെ അതിൻ്റെ അകത്തും പെൺകുട്ടികളുണ്ട്, അവരോടൊക്കെ ചോദിച്ചറിയാം ഞാൻ അവരോട് അങ്ങനെ പെരുമാറിയിട്ടുള്ളത്, അവരോട് അങ്ങനെ ഇടപഴകുന്നതെന്നുള്ള അറിയാം. അപ്പോൾ ഇവനെ എന്നെ തെറ്റിക്കണം. ബ്രൈറ്റ് ഈ അലിയേട്ടൻ്റെ പെണ്ണ് ആൻസിന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ സെക്കൻഡ് പാർട്ടിൽ അഭിനയിക്കാം. അപ്പോൾ ഇവള് കരുതി എന്താണെന്നറിയോ, ഇവന് വേറെ നായികമാരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ആറാട്ടണ്ണനെ കൊണ്ടുവന്ന നായികയാണ്. ശരിക്കും പറഞ്ഞാൽ ആറാട്ടണ്ണന് വേണ്ടിയാണ് നമ്മൾ കാസ്റ്റിംഗ് കോൾ ഇട്ടത്. അപ്പം ഇവളെ റീച്ച് പോവും. പലരും അത് തന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇവൻ പുതിയൊരു നായിക വന്നാൽ അവക്കായിരിക്കും റീച്ച് കിട്ടുന്നത്, ഇവൻ്റെ റീച്ച് പോവും. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കയറി ഇടപെട്ട് ആട്ടായ ഇടപെട്ട്. അപ്പം ഞങ്ങളോടുള്ള കലി ആദ്യം ഞാൻ പറഞ്ഞില്ല, ആദ്യം ഇവള് കമൻറ്റ് ഇട്ടതാണ് ഞാൻ വേറെ പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്തു എന്ന്. അത് കഴിഞ്ഞിട്ട് വേറൊരു പയ്യനെ വിളിച്ചപ്പോൾ അവനോട് 2 രീതി പറഞ്ഞു. ആദ്യം ബ്രൈറ്റ് എന്നോട് അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ചായിരുന്നു, ഞാനപ്പം ഒന്നും മിണ്ടിയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പേ ബ്രൈറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കാര്യം നടക്കാൻ വേണ്ടി ഞാൻ അവനോട് സോപ്പിട്ട് നിന്നായിരുന്നെന്ന് പറഞ്ഞു. ഇന്നലത്തെ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് തന്നെ കേട്ടിട്ടില്ല, ഞാൻ നോയും പറഞ്ഞിട്ടില്ല ഏസും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവളെക്കുറിച്ച് ചിന്തിച്ചൂടെ? അതായത് കഴിഞ്ഞ ദിവസത്തെ ഇൻ്റർവ്യൂവിൽ ഈ പെൺകുട്ടി അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ചെന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളാണ് അല്ലേ? അതെ, അങ്ങനെ സംഭവം നടന്നിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഇവരൊക്കെ ഡബ്ബിങ്ങിനുണ്ടായിരുന്നു. ഈ ആരോപണങ്ങളെ പറ്റിയിട്ട് എന്താ പറയുക? ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ട് അറിഞ്ഞ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് കാണുന്നത്. പിന്നെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചോദിച്ചെന്ന് പറഞ്ഞു. അവിടെ ഈ പ്രൊഡ്യൂസറായിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്നോട് ഇതേക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടേ ഇല്ല. അസിസ്റ്റൻ്റായിട്ട് മായ അവിടെ ഉണ്ടായിരുന്നു, മായോട് സംസാരിച്ചിട്ടില്ല. കാരണം അന്നൊക്കെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് പോയത്. ഷൂട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നല്ല സന്തോഷത്തിലായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ഡബ്ബിങ്ങിന് പോയി. അന്നൊരു പ്രശ്നമില്ല, അവിടെ പോയി കുറേ റീൽസ് കാര്യങ്ങളെല്ലാം എടുത്ത് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ആണ് ഞാൻ ഈ ബ്രൈറ്റിനോട് ഇങ്ങനെ കുറേ ആരോപണങ്ങൾ, അതും ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഇപ്പോൾ വരാനുള്ള കാരണം അത് വരാനില്ല. ഇവർ കഴിഞ്ഞ ദിവസമല്ല, ഒരാഴ്ച മുന്നേ ഇവർ ഒരു വേറൊരു പെൺകുട്ടിയായിട്ട് റീൽസ് ചെയ്തിരുന്നു. അപ്പോൾ ആ റീൽസ് ഡിലീറ്റ് ചെയ്യണമെന്ന് അറിയ പലതവണ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളുടെ അലിയേട്ടൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിൽ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡിലീറ്റ് ആക്കണം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇവർ ഡിലീറ്റ് ആക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഇവനോട് ബ്രൈറ്റിനോട് പറഞ്ഞു നമുക്ക് പുതിയ നായകനും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെയാണ് ഇവരെ കൊണ്ട് കാസ്റ്റിംഗ് കോൾ ഇടിച്ചേക്കുന്നത്. അതൊക്കെയാണ് ഈ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ നിലവിലിപ്പോൾ ഈ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് കഴമ്പില്ല. തെറ്റാണ്. കാരണം ഞങ്ങളിതൊന്നും കണ്ടിട്ടുമില്ല, ഇവർ അങ്ങനെ സംസാരിച്ചതായിട്ട് പോലും നമുക്കറിയില്ല. അവിടെ എല്ലാവരും നല്ല സന്തോഷത്തിലിരുന്ന ആൾക്കാരാണ്. അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ഫോണിലുണ്ട്. അവിടെ ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന കുറേ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. ആർക്കും ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടൊരു ബോധമുള്ള ബുദ്ധിയുള്ള തലക്ക് ഓളമുള്ള പെണ്ണുങ്ങൾ നമ്മളോട് ഇഷ്ടപ്പെടില്ല. മനസ്സിലായി? പെട്ടെന്ന് കല്യാണത്തിലേക്ക് വരില്ല, എനിക്ക് ജോലിയില്ല, വിദ്യാഭ്യാസവും ഇല്ല, സൗന്ദര്യം ഇല്ല. മനസ്സിലായി? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനും പെരേരയും കൂടി ഒരു ഡയറക്ടറെ കാണാൻ വേണ്ടി പോവായിരുന്നു. നമ്മുടെ തമ്മനം റൂട്ടിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അവിടെ അടുത്ത് താമസിക്കുന്നത്. ഞാൻ അവളെ വിളിച്ചോടി, ഞാൻ ഈ വഴി പോവാണ്, എന്താണ് പരിപാടി എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു പെരേര ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പെരേരനെ ഇവൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടിട്ടുണ്ടല്ലോ, ശരി പെരേര ഉണ്ടല്ലേ, എന്നാൽ വീട്ടിലൊന്ന് കയറിയിട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ആ പോണ വഴിക്ക് റോഡ് സൈഡിൽ തന്നെയാണ് കയറി കഴിഞ്ഞപ്പോൾ പറഞ്ഞു റീൽസ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ 2 റീൽസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് കൊടുത്ത് 2 റീൽസ് എൻ്റെ കൂടെയും പെരേരയുടെ കൂടെ ഡാൻസ് കളിച്ചു. ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ വൈകിട്ട് ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, കാക്കനാട് ക്ഷേത്രത്തിൽ പരിപാടി ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങളൊരു പ്രോഗ്രാമായിട്ട് പോയപ്പോൾ ആ ജംഗ്ഷനിൽ വെച്ചിട്ട് ഈ പെരേര ഞങ്ങൾക്കൊരു വോയിസ് കേൾപ്പിക്കുകയാണ്. ആ വോയിസ് കേട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിത്തരിച്ചു പോയി. മായ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, ഈ എത്ര പേര് ഞങ്ങൾ നിൽക്കുക ആ വോയിസിൽ ഇട്ടേക്കണ ഏതാണ്
ആ കൂടെ നീ എന്തിനാ ഡാൻസ് കളിക്കണമെന്നൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ സംഭവം ഷാനിബ എന്ന് പറഞ്ഞ കുട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ വലിച്ചു കീറും ഉറപ്പായിട്ടും. കാരണം ഒരു പെണ്ണിനെ കുറിച്ച് ഒരു പെണ്ണിനെ ആർക്കും പറയാൻ പറ്റില്ല, ആണോ അല്ലയോ? അവൾ പറയുന്നുണ്ട് പീഡിപ്പിച്ചു അങ്ങനെ ഇരുന്നു. ഒരു സ്ത്രീയെക്കുറിച്ച് സ്ത്രീത്വത്തെക്കുറിച്ച് ഒരിക്കലും മോശമായിട്ട് പറയാൻ പാടില്ല. അവൾ പറഞ്ഞോ ആ റെക്കോർഡിങ് അതുപോലെ തന്നെ അത് ബ്രൈറ്റും എല്ലാവരും കൂടി എടുത്ത് വേറെ ഇതിലേക്ക് ഇട്ടു. കാരണം എന്താണെന്ന് പറയുക, പിന്നെ അവൾ ഡിലീറ്റൊക്കെ കളയും, അവളിങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് പറയും. ഈ ഷൂട്ടിങ്ങിൻ്റെ ഫോട്ടോസ് ഫേസ്ബുക്കിലൊക്കെ ഇട്ടപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി തന്നെ പറഞ്ഞു, നിനക്ക് ഏറ്റവും അവസാനം ഉണ്ടല്ലോ 8ൻ്റെ പണി കിട്ടിയില്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചു എന്ന് പറയും. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാണല്ലോ അവൾക്ക് അസൂയ കൊണ്ട് പറഞ്ഞാന്ന് ഓർത്തു. കാരണം ഇവളുടെ ഒരു ഫ്രണ്ടാണ്, സിനിമയിലെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് പോകുന്നതാണ്. അഭിലാഷയെ നായികേനെ മാറ്റിക്കും, അതാണ് നല്ലതെന്ന് പറയും. അപ്പോൾ ഞാൻ ഈ ബ്രൈറ്റിനോടും പറഞ്ഞു, ഈ നായികേനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളത് മാറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് അസൂയ കൊണ്ട് പറയുന്നവരുണ്ടാവുമല്ലോ, പക്ഷേ ഫീൽഡ് അങ്ങനെയാണല്ലോ, അങ്ങനെ ഓർത്ത്. പക്ഷേ ഇപ്പം ഞാൻ ആ സത്യം പറഞ്ഞ് ഞാൻ കൂട്ടുകാരെ നമിക്കുന്നു. അവർ പറഞ്ഞതാണ് ഇവളുടെ അടുത്ത് മാറ്റാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ സത്യമായിട്ട് നമ്മൾ ഇതിന് വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ അന്ന് ഇത് സംഭവം ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം വരില്ല. പിന്നെ ഈ 24 മണിക്കൂർ ഇവൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കലും വിളിയായിരുന്നു ഇവൻ്റെ ഈ ഞങ്ങളിരിക്കുമ്പോൾ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യമാണ്, ഇത് അസൂയാണ്. കാരണം എന്ന് വെച്ചാൽ വേറെ പെങ്കൊച്ച് വന്ന് ഇവൻ്റെ കൂടെ എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങൾ ചെയ്ത് അവൾ വൈറലായി കഴിഞ്ഞാൽ ഇവർക്ക് റീച്ച് കിട്ടത്തില്ല. പിന്നെ അവൾ ഒരു ദിവസം പറയണ്ട അവൾക്ക് വീടില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് എന്താ പോണ കേസ് വന്നപ്പോൾ അവളിങ്ങനെ ഞങ്ങൾ വനിതാ തിയേറ്ററിൽ നിൽക്കുന്ന സമയത്ത് ഇവൾ പറഞ്ഞതാണ്. അപ്പോൾ മായയൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം പറഞ്ഞൊരു കേസ് എനിക്കിപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ട്. ഇവൾക്ക് വീടില്ല. അപ്പോൾ ഞാൻ നല്ലൊരു ഇൻ്റർവ്യൂവിൽ കയറിയിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊരു വീട് കിട്ടും, മനസ്സിലായില്ലേ? അപ്പോൾ പല ഉദ്ദേശങ്ങളുണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട്. അതായിക്കോട്ടെ, വീടില്ലെങ്കിൽ ആരെങ്കിലും വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. ഇവളൊരു ആണ് ആലുവേലെന്ന് പറഞ്ഞ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ചേട്ടൻ വേണമെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, നിൻ്റെ അമ്മയാടാന്ന് പറഞ്ഞ് ഞാൻ തെറി വിളിച്ചു. ഇവരാരും വിളിച്ചില്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്? നമ്മുടെ ഒരു സഹപ്രവർത്തക, നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ഒരു കൊച്ചിന് ഒരാളങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിച്ച് എനിക്ക് എൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. റിയനെ അധികം പരിചയം ഞങ്ങളുടെ ഈ ഷോർട്ട് മൂവിക്ക് വന്നു കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ ലാസ്റ്റ് സംസാരിച്ചപ്പോൾ അലനെക്കുറിച്ച് ഒരു വീഡിയോയുടെ പ്രശ്നമാണ് ഇവരെന്നോട് പറഞ്ഞത്. വ്യക്തിപരമായിട്ട് എന്നോട് അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ചേച്ചി അലൻ ഒരു വേറൊരു പെണ്ണുമായിട്ട് വീഡിയോ ചെയ്തു, അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ വീഡിയോ കുറച്ച് ജനങ്ങൾ ഏറ്റെടുത്തായിരുന്നു, പ്രേക്ഷകർ ഏറ്റെടുത്തായിരുന്നു, നല്ല കമൻ്റൊക്കെ ആയിരുന്നു അതിനകത്ത്. അപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് അടിച്ചില്ലെങ്കിൽ ഞാനും അലനുമായിട്ട് ചെയ്ത് വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അലൻ്റെ പെണ്ണാണ്, റിയ അലൻ്റെ പെണ്ണാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു വേറൊരാൾ കയറി വന്നു കഴിഞ്ഞാൽ അത് മാറിപ്പോകും. അപ്പോൾ വരാൻ ഞാൻ സമ്മതിക്കുകയില്ല. അത് കാരണം ആ വീഡിയോ കളയണമെന്ന് അലനോട് പറഞ്ഞ് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടും അലൻ സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഈ പറയുന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങളന്ന് ഒരു നൈറ്റും ഡേയും ഉണ്ടായിരുന്നു അവിടെ. ഇവരെല്ലാം നല്ല സപ്പോർട്ടും, അതായത് ഒരു മോശമായിട്ട് ഒരു വാക്കുപോലും പറഞ്ഞായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല. ഞങ്ങൾ ഡബ്ബിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്ത് റീൽസ് എടുക്കാൻ പോയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ബസ് കയറാനായിട്ട് വന്ന് നീപ്പം കുറച്ച് നേരം ഇവനായിട്ടൊന്ന് ഉടക്കിയായിരുന്നു റിയ. അപ്പോൾ റിയ അതിനകത്ത് ആവശ്യപ്പെടുന്നത് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആവശ്യപ്പെടുന്നത് പെരേരടുത്ത്. ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ എനിക്ക് ദേഷ്യം പറഞ്ഞത് മിണ്ടായിരിക്കുക റിയ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ റിയ ഒരു പൊതുവായിട്ട് ഒരു സ്ഥലത്ത് ഇരുമ്പോൾ ഇത് ബഹളമാണെങ്കിൽ റിയനെ അടുത്ത വർക്കിന് ഞാൻ ഒഴിവാക്കുന്നു. അന്നേരം തന്നെ ഞാൻ പറഞ്ഞത് ബ്രൈറ്റും കേട്ടോണ്ടിരിക്കുന്നു, ഞങ്ങളുടെ അവിടുത്തെ സ്റ്റുഡിയോയിലെ ഓണറും കേട്ടോണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. അത് റോട്ടി വെച്ച ഈ സംഭവം നടക്കുന്നത്. ഇവ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം അലൻ്റെ സംസാരം അത് ഇതും എല്ലാവർക്കും അറിയാം. അവൻ തന്നെ പറയുന്നില്ല എല്ലാവർക്കും. ഇത് പലരും എന്നോട് ഇങ്ങോട്ട് പേഴ്സണായിട്ട് മെസ്സേജ് അലൻ അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, ഇതാരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. കാരണം അവൻ അങ്ങനത്തെ ഇപ്പോഴും കുട്ടിക്കളി മാറാത്തൊരു പയ്യനാണ്. ചിലപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൻ കൊണ്ടുവിട്ട് കാണും. പക്ഷേ അവൾ മുതലാക്കി. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ആദ്യത്തെ റീൽസ് വന്നപ്പോൾ ഒരു പയ്യൻ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ഇട്ടായിരുന്നു, ചേട്ടൻ ഇവളെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ആലുവേ വന്ന അനുഷ അറിയാം ഇവളെ കിളിശേരി. ആ പയ്യൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവളെക്കുറിച്ച് കുറച്ചുകൂടെ അറിയാൻ പറ്റും. ഇവളെ ഫ്ലാഷ് ബാക്ക് എന്താണ്, ഇവൾ മുമ്പ് എങ്ങനെയാണ് ജീവിച്ചത്, ഇതൊന്നും ആർക്കും അറിയില്ല. ഇവൾ ആലുവ ഹോസ്റ്റലിൽ താമസിക്കുന്ന പറഞ്ഞത്. സത്യത്തിൽ പറഞ്ഞാൽ കൂടുതൽ ഇവൾ കള്ളങ്ങളാണ് പറയുന്നത്, നമുക്കറിയില്ല ഇതിനെക്കുറിച്ച്. അപ്പം അത് ഒരിക്കലും പെരേര അങ്ങനെ ചെയ്യില്ല. അത് തന്നെ പറഞ്ഞത്, ഇവൻ പാവമാണ്, മൊണ്ണയാന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇവൻ അങ്ങനെ ചെയ്യാനുള്ള ഇതില്ല. അതോ ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരും ഇവൻ്റെ കൂടെ നിൽക്കത്തില്ല, ഒരു സംശയം വേണ്ട. ഞങ്ങൾക്ക് ഒരു പാവമായിട്ട് തോന്നിയോണ്ടും ഇതിലുള്ളതുകൊണ്ടാണ് പോണത്. സത്യത്തിന്റെ ഭാഗത്താണ്, അതുകൊണ്ടാണ് നിൽക്കണേ, മായ ഉൾപ്പെടെ. അതെ സത്യത്തിൻ്റെ കൂടെ എപ്പോഴും നിൽക്കും. കാരണം ഒരു ലേഡീസ് തന്നെ വന്നേക്കണത് അതുകൊണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ അനുഭവമാണ് ഉണ്ടായേക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ വന്നൊരു തെറ്റും ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് മുന്നോട്ട് വെക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ഇടുന്ന പലരും ഉണ്ട്,
പക്ഷെ അവരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, കാര്യം അറിഞ്ഞിട്ട് കമൻ്റ് ഇടുക, കാര്യം അറിഞ്ഞിട്ട്. കാരണം ഇതെന്താണെന്ന് അറിയാണ്ടാണ് അവർ കമൻ്റ് ഇടുന്നത്. പെരേരയ്ക്ക് എന്താ അവസാനമായിട്ട് പറയാനുള്ളത്? ഇന്ന് വിഷുവിൻ്റെ ദിവസം തന്നെ ഇത്ര വലിയൊരു ആരോപണം വന്നിരുന്നു. ഇത് എന്താ പറയാനുള്ള അവസാനമായിട്ട്? വിഷുവിന് വിഷു വിട്, കഞ്ഞികുല കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയെന്ന് തോന്നുന്നു. മൊബൈലിൽ ആൾക്കാർ വിളിച്ച് ശല്യപ്പെടുത്തുന്നതാണ് പല കാര്യങ്ങൾ ചോദിച്ചിട്ട്. എന്താ ചോദിക്കുന്നവര്? മറുപടി കൊടുത്തോണ്ടിരിക്കണേണ് എല്ലാം. എന്താ ചോദിക്കുന്നവര് എല്ലാവരും വിളിച്ച്? നിങ്ങൾ ശാരീരികബന്ധത്തിൽ ഏർപ്പെട്ടുള്ള ഉണ്ടെന്നൊക്കെ ചോദിക്കണം. ഞാൻ പറഞ്ഞ് മറ്റേ എനിക്കതിനെ പറ്റിയൊക്കെ ഞാൻ ഒരു പുരുഷനാണ്, അപ്പോൾ നമുക്ക് മറ്റേ ബയോളജി വിളിച്ചിട്ടുണ്ടാവുമല്ലോ, ചേട്ടൻ വിളിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി അറിയാമായിരിക്കുമല്ലോ. ഞാനും പറഞ്ഞ് നമ്മൾ ഇടപെട്ടിട്ടില്ലല്ലോ, മനസ്സിലായോ? ചെയ്യാൻ നമുക്കറിയാം, പക്ഷേ മറ്റേ പല പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതിനെപ്പറ്റി നമ്മൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, മനസ്സിലായോ? ശാരീരിക ബന്ധപ്പെട്ടിട്ടില്ല. വെറുതെ പറയണോളൂ, തെളിയിക്കട്ടെ, മെഡിക്കൽ എടുക്കാം, വൈദ്യ പ്രശ്നമൊക്കെ പോവാം. അല്ലെന്നെ ഇന്നും എന്നോട് പറഞ്ഞു ഏതാ മെഡിക്കൽ ട്രസ്റ്റിലോ എവിടെ പോയി എടുക്കാമെന്ന് എന്നോട് പറഞ്ഞു. ആസ്റ്റർ അടിച്ചിട്ടില്ല. ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു അല്ലെൻ്റെ മമ്മി സംസാരിച്ചിരുന്നു, ഇനിയിപ്പോൾ അങ്ങനെ ഒരു ആരോപണമാണെങ്കിൽ നമുക്കത് തെളിയിക്കാമെന്ന് പറഞ്ഞു. അല്ലെൻ്റെ ഭാഗത്ത് നിന്ന് അവർ ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനും വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ വേണം പോവാം. അലൻ തയ്യാറാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.